പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെൻറ്റിൻ്റെ ആറാമത്തെ ഒരു പില്ലറാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു വരുമാനമാണ് നമ്മളെ ആക്റ്റീവ് ഇൻകം, അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്ക് ഭാവിയിലൊരു ഗോളുണ്ട്. ഭാവിയിലെ ഗോൾ എന്ന് വെച്ചാൽ നമ്മൾ റിട്ടയർമെൻ്റ് ഒരു ഗോളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വിദ്യാഭ്യാസം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേൾഡ് ടൂർ പോകണമെന്നുള്ള അത്തരത്തിലുള്ള തോട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇന്നേ കുറച്ച് എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതും അതെങ്ങനെയാണ് പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെൻറ്റിൻ്റെ വൺ ഓഫ് ദി പില്ലർ ആയതെന്നുള്ളതും നിങ്ങൾക്ക് അത്തരം വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമ്മുടെ ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമുക്ക് നാളെ എങ്ങനെ ആയിരിക്കണം നമ്മുടെ ലൈഫ് ഉണ്ടാവേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ റിട്ടയർമെൻ്റ് ആയാലും നമുക്കറിയാം, ഗവൺമെൻറ് ജോബിലുള്ളവർക്ക് റിട്ടയർമെൻ്റ് ആയ സമയത്ത് അവർക്ക് പെൻഷനും കാര്യങ്ങളുണ്ട്. അല്ലാതെ ജോലി ചെയ്യുന്ന ആൾക്ക് എന്താ ഉള്ളത്? PF ആണെങ്കിൽ പോലും അതിനൊക്കെ ഒരു പരിധിയില്ലേ. എല്ലാ കമ്പനികളും PF ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഇന്ന് മുതൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. നിങ്ങൾ കയ്യിലുള്ള ഒരു എമൗണ്ട് വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. പൈസ ആയതിനു ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങളുടെ കയ്യിൽ 100 രൂപയാണെങ്കിൽ ഇപ്പോൾ 100 രൂപയിൽ തുടങ്ങുന്ന SIPകളൊക്കെ ഇന്നത്തെ കാലത്തുണ്ട്. 100 രൂപ ഒരു ചെറിയ എമൗണ്ട് അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെൻറ്റിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പില്ലറായിട്ട് നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനും കൺസിഡർ ചെയ്യാവുന്നതാണ്.